ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നിന്നെ തന്നെ വഞ്ചിക്കരുത്. നിന്നെ തന്നെ വഞ്ചിക്കരുത്. സദൃശവാക്യം 23:31 വായിക്കുന്നത്, വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. വാക്യം വായിച്ചതിന് ബേസിൽ വേറൊരു വാക്യം വായിക്കുന്നു. മദ്യപാനികളായ ചിലർ അപ്പോസ്തലനായ പൗലോസ് 1 തിമോഥെയോസ് 5:21 പറഞ്ഞിരിക്കുന്നത്, വചനം തങ്ങൾക്ക് അനുകൂലമായി എടുത്തുകൊണ്ട് വീഞ്ഞ് വയറിന് നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ 22 വാക്യത്തിൽ ഇത് നമ്മൾ വായിക്കുന്നത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. 5:22 നിന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. അതായത് വീഞ്ഞ് എന്ന പദത്തിന് മൂലഭാഷയിൽ ശുദ്ധമായ മുന്തിരിച്ചാറെന്നാണ് അതിൻ്റെ അർത്ഥം. ആഗ്രഹത്തോടുകൂടി മദ്യത്തിൽ നോക്കുന്നത് പാപമാണെന്നും ദൈവവചനം വളരെ വ്യക്തമായി സദൃശവാക്യത്തിൽ നമ്മൾ കണ്ടു. അത് ഒരു തുള്ളിയെങ്കിലും കുടിക്കുന്നതിനോട് പൗലോസ് അനുകൂലിക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവമക്കൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവവചന സാക്ഷ്യം ഞാൻ വായിച്ചത് ഇപ്രകാരമാണ്. ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ തൻ്റെ ജന്മദിനത്തിൽ തൻ്റെ ഓമൻ മകൾ പിതാവിനൊരു കേക്ക് വാങ്ങി കൊടുക്കുന്നു. താനത് അല്പം രുചിച്ചു നോക്കിയപ്പോൾ അതിൽ മദ്യത്തിൻ്റെ ചെറിയ രുചി അനുഭവപ്പെട്ടു. എങ്കിലും മകളെ പിണക്കേണ്ട എന്ന് ചിന്തിച്ച് താൻ ആ കേക്ക് വാങ്ങി അല്പം കഴിച്ച ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിച്ചു. അന്ന് രാത്രി ദൈവം ഒരു സ്വപ്നം കാണിക്കുന്നു. താൻ സ്വർഗത്തിലേക്ക് പോകുന്നു. അതിർത്തിയിൽ ദൂതന്മാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി നിൽക്കുന്നു. അവർ തൻ്റെ പെട്ടി പരിശോധിച്ചപ്പം ഒരു കുപ്പി മദ്യം കണ്ടെടുക്കുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു ജയിൽ കാണിച്ചിട്ട് അതാണ് നിനക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞ് പറയുകയും ആ ദൈവവൈതൽ ഉറക്കം ഉണരുകയും ചെയ്യുന്നു. ആ കേക്കിൽ മദ്യം കലർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ചതിനെക്കുറിച്ച് ദൈവം തന്നെ ഓർമ്മപ്പെടുത്തി. പെട്ടെന്ന് താൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ആ കേക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞു എന്ന് ആ സാക്ഷ്യത്തിൽ ഞാൻ വായിക്കുന്നു. പിന്നീട് ആ ദൈവദാസൻ ഒരു ശ്രേഷ്ഠനായ ദൈവമനുഷ്യനായി മാറി. പ്രിയ ദൈവമക്കളെ, നമ്മളെ തന്നെ വഞ്ചിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ മദ്യം കലർത്തിയ കേക്കില്ലായിരിക്കാം, എന്നാൽ മദ്യക്കുപ്പിയോ ഇപ്പോൾ ടെലിവിഷൻ സെറ്റൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലുണ്ട്, നോവലുകളുണ്ട്, ഇതെല്ലാം ലൗകിക മാസികകളുണ്ടായിരിക്കാം. ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടാത്ത ഏതെങ്കിലും വസ്തു ആണെന്ന് നമുക്കറിയാം. എന്നാൽ നാം അത് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണം. സ്വർഗത്തിൽ പോകാൻ തടസ്സമായി ഒന്നും ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.